Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഉദ്ഘാടനം കഴിഞ്ഞ വർഷം 2 കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു ബോട്ട് പോലും അടുക്കാതെ കവായി കാലിക്കടപ്പുറത്തെ ബോട്ട് ടെർമിനൽ. ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അടിഞ്ഞുകൂടുന്ന മണലും. ശുചിമുറി ഇല്ലാത്തതടക്കം നിരവധി ഇല്ലായ്മകളിൽ വീർപ്പുമുട്ടുകയാണ് കവായി ബോട്ട് ടെർമിനൽ. അർദ്ധരാത്രി ട്രെയിൻ അടുത്തെത്തിയ സമയത്ത് റെയിൽപാളത്തിൽ കുടുങ്ങിയ യുവാവിനെ കോളേജ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുത്തി. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വളണ്ടിയർമാരായി സേവനം ചെയ്തു വന്ന വിദ്യാർത്ഥികളാണ് കൊയ്യോങ്കരയിലെ നിർമ്മാണ തൊഴിലാളിയുടെ ജീവൻ രക്ഷിച്ചത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി CPIM 7 വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി എരിപുരത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പദയാത്രയും പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബഹുജന സംഗമവും സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഉദ്ഘാടനം കഴിഞ്ഞ വർഷം 2 കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു ബോട്ട് പോലും അടുക്കാതെ കവായി കാലിക്കടപ്പുറത്തെ ബോട്ട് ടെർമിനൽ. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അടിഞ്ഞുകൂടുന്ന മണലുമാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ശുചിമുറി ഇല്ലാത്തതടക്കം നിരവധി ഇല്ലായ്മകളിൽ വീർപ്പുമുട്ടുകയാണ് ഈ ബോട്ട് ടെർമിനൽ. മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പയ്യന്നൂർ നഗരസഭയിലെ കവായി കാലിക്കടപ്പുറത്ത് ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകതം മൂലം ടൂറിസം വകുപ്പിന്റെ 5.5 കോടി രൂപ വെള്ളത്തിലായി എന്ന് പറയേണ്ടി വരും. അശാസ്ത്രീയ നിർമ്മാണവും നിർമ്മാണത്തിൽ പുറന്തള്ളിയ മണ്ണ് ടെർമിനലിന് മുന്നിൽ തന്നെ ഇട്ടതും വില്ലനായി മാറുന്നു. വിനോദസഞ്ചാരികൾ വളരെ കൂടിയ സമയമാണ്. ഇപ്പം വീക്കെൻഡൊക്കെ വളരെ കൂടിയ ആൾ, ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലും അതുപോലെ മറ്റൊഴിവ് ദിവസങ്ങളിലും വലിയ ആൾക്കൂട്ടമാണ് കവായിയുടെ പ്രദേശത്തൊക്കെ വരുന്നത്. കാരണം ഈ കായലോരങ്ങളൊക്കെ നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും നമുക്ക് വലിയ രീതിയിൽ അപര്യാപ്തമായതാണ് നമ്മുടെ ഈ ബോട്ട് ടെർമിനലിൽ ബോട്ട് എടുക്കുന്നില്ല എന്നുള്ളത്. കാരണം അതിൻ്റെ ആ സംവിധാനം അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ബോട്ട് എടുക്കാൻ കഴിയില്ല. ഇപ്പോഴും ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് വീണ്ടും കാസർഗോഡ് ജില്ലയിലേക്ക് തൃക്കരിപ്പൂരും അല്ലെങ്കിൽ നീലേശ്വരത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് ആളുകളുള്ളത്. കാരണം ഇവിടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്ന അവസ്ഥയാണുള്ളത്. കാരണം ഒരു ഹൗസ് ബോട്ട് പോലും ബുക്ക് ചെയ്താൽ പോലും ഇവിടെ എടുക്കാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട് ഇവിടെ. മാത്രമല്ല ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ബാത്റൂം സംവിധാനം ഇതുവരെ നഗരസഭ അധികാരികളോട് ഒരുക്കിയിട്ടില്ല. നിലവിൽ ബോട്ട് ടെർമിനലിലേക്ക് ബോട്ടുകൾക്ക് കടന്നുവരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ബോട്ട് ടെർമിനലിന് മുന്നിലെ മണ്ണ് ഡ്രഡ്ജ് ചെയ്തു നീക്കം ചെയ്താൽ മാത്രമേ ഇവിടത്തേക്ക് ബോട്ട് അടുപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ഡ്രഡ്ജ് ചെയ്തു നീക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിന് അനുമതി നൽകുന്നില്ല. ഇതോടെ ടെർമിനൽ ഏറ്റെടുക്കാനിരുന്ന ഏജൻസികളും പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തോടെ അടുത്തായി ഏകദേശം ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇവിടെ സർക്കാർ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. ആ ബോട്ടാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഓടുന്നില്ല. ഒരു ദിവസം 14 സർവീസാണ് അവർ ചെയ്യുന്നത്. 1991 തോന്നുന്നുണ്ട് ഈ സർവീസ് ആരംഭിച്ചത്. ഈ 91 ശേഷം ആ സമയത്ത് 2 ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തിയിട്ടുണ്ടായി. ഇപ്പോൾ ഒരു ബോട്ട് മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. സർക്കാർ യാത്രാ ബോട്ട് എടുക്കുന്ന ബോട്ട് ജെട്ടിക്ക് സമാനമായി ബോട്ട് ടെർമിനൽ നിർമ്മിച്ചിരുന്നുവെങ്കിൽ സർക്കാർ ബോട്ടിനെങ്കിലും ടെർമിനലിലേക്ക് കടന്നുവരാൻ കഴിയുമായിരുന്നു.
ഇപ്പോൾ അതും സാധ്യമല്ല. ജലഗതാഗത വകുപ്പിന്റെ ഒരു പഴഞ്ചൻ ബോട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നത്. കവായി കായലിലെ ഹൗസ് ബോട്ടുകളും ടെർമിനൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഇടമായി ഇവിടം മാറിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതും ഇവിടെ എത്തുന്നവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ ഇതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. കവായി പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ബോട്ടായിട്ടുള്ളത് 10-40 വർഷം പഴക്കമുള്ള ഒരു ബോട്ടാണ് ഇവിടെ വരുന്നത്. അത് 10-14 ട്രിപ്പ് ഒരു ദിവസം അടിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതിനെന്തെങ്കിലും തകരാറ് പറ്റിയ കട്ടപ്പുറത്താണ്, പിന്നെ ബോട്ടില്ല. അപ്പം പിന്നെ ഇതിൻ്റെ ജെട്ടിയിൽ എന്തെന്ന് വെച്ചാൽ ഒരു ഹൗസ് ബോട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്വപ്നമാണ്. ഒരു ഹൗസ് ബോട്ട് ഇവിടെ വന്ന് അടുക്കുക, അതിലൊരു 10-40 പേര് നമ്മൾ കയറിയിട്ട് ഒന്ന് ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വപ്നം. അത് ആ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ് ഇതുവരേക്കും. ഇത്ര വർഷമായി ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടും. 1-2 ശുചിമുറികൾ നിർമ്മിച്ചു നൽകിയാൽ ദൂരദേശത്തു നിന്ന് എത്തിച്ചേരുന്ന സ്ത്രീകളടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് അത് വലിയ അനുഗ്രഹമാകും. കവായി കാലിക്കടപ്പുറത്ത് ഒരു ബോട്ട് ടെർമിനൽ വരുന്നത് വലിയ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഈ നാട്ടുകാരുടേത്. പക്ഷേ 2 വർഷം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും ഒരു ബോട്ട് പോലും ഇവിടെ അടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. രൂപപ്പെടുന്ന മണൽത്തിട്ട ഡ്രഡ്ജ് ചെയ്ത് നീക്കാത്തതും ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഒക്കെയാണ് ഇവിടെ ഒരു ബോട്ട് പോലും അടുക്കാൻ ഇത്രയും കാലമായിട്ടും സാധിക്കാത്തത്. സർക്കാരിൻ്റെ ഒരു ബോട്ട് ഇവിടെ ഓടുന്നുണ്ട്, പക്ഷേ ആ ബോട്ടിന് പോലും ഈ ബോട്ട് ടെർമിനലിൽ ഇതുവരെ അടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസം തന്നെ 14ഓളം ട്രിപ്പുകളാണ് ഈ ഒരു ബോട്ട് സർവീസ് നടത്തുന്നത്. പക്ഷേ 40 വർഷത്തോളം പഴക്കമുള്ള ഒരു ബോട്ടാണ് സർക്കാരിൻ്റെ ബോട്ടും ഇവിടെ ഓടുന്നത്. അതിന് അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ ഗതാഗതത്തിന് യാതൊരു വഴിയും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ പ്രദേശത്തുള്ളവർ. അത്തരത്തിൽ വലിയ ദുരിതങ്ങളുടെ കഥ തന്നെയാണ് ഇവിടുത്തുകാർക്ക് പറയാനുള്ളത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യമായി ശുചിമുറി പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പരാതികൾ ഈ കാലിക്കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ഇനി രാമവില്യം കഴകം പെരുങ്കളിയാട്ട വാർത്തകൾ. 2.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് ആചാര അനുഷ്ഠാനപൂർവ്വം കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം ബുധനാഴ്ച സമാപിക്കും. സമാപന ഭാഗമായി കഴകത്തിലെ പ്രധാന തെയ്യക്കോലങ്ങളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാമവില്യം പെരുങ്കളിയാട്ടത്തിലെ സുവർണവേളയായി കരുതുന്ന പ്രധാന ഭഗവതിമാരുടെ തിരുമുടി ഉയരലിന് ഭക്തർ ഏറെ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 10:19 11:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയരും. ബുധനാഴ്ച പുലർച്ചെ 12:30 മുതൽ 6 മണി വരെ വിഷ്ണുമൂർത്തി ഉൾപ്പെടെ 13 തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഏതാണ്ട് 1,00,000-ൽ പരം പേർ പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിനത്തിൽ പ്രധാന ഭഗവതിമാരിൽ നിന്ന് അനുഗ്രഹം നേടാനെത്തുമെന്നാണ് സംഘാടകരും കഴകം ഭാരവാഹികളും പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നാടിന്റെ ഉത്സവമായി മാറിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ തെയ്യങ്ങളുടെ അനുഗ്രഹം തേടിയെത്തുന്നവർ തൊഴുതുമടങ്ങുമ്പോൾ അന്നദാനത്തിൽ കൂടി പങ്കെടുത്താലാണ് സന്തോഷം പൂർണ്ണമാകുന്നത്. മഹോത്സവത്തിന്റെ 6ാം കളിയാട്ടത്തിൽ ഏതാണ്ട് 50,000-ൽ പരം പേരാണ് അന്നദാനത്തിൽ പങ്കെടുത്തത്. വിവിധ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അന്നദാനത്തിൽ ചോറ്, സാമ്പാർ, പുളിശ്ശേരി, അച്ചാർ, കൂട്ടുകറി, മസാലക്കറി, പച്ചടി എന്നിവയായിരുന്നു വിളമ്പിയത്. 3000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് പന്തലിൽ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. പെരുങ്കളിയാട്ടത്തിന്റെ ആദ്യ പൊതുചടങ്ങായ വരച്ചുവെക്കൽ മുതൽ എല്ലാ ദിവസവും ഏതാണ്ട് 8000 പേർക്ക് വരെ അന്നദാനമുണ്ടായിരുന്നു. കളിയാട്ടത്തിന് ഏറ്റവും അന്നദാനം തുടങ്ങുന്നത് 5ാം കളിയാട്ട ദിവസം, അതായത് തുരുത്തി കഴകത്തിൽ നിന്ന് അതിൻ്റെ സ്ഥാനികരും തുരുത്തി കഴകത്തിൽപ്പെട്ട ബാല്യക്കാരും ഇവിടെ എത്തിച്ചേർന്നതോടുകൂടിയാണ്. 50,000 ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകിക്കൊണ്ട് അവരെയും അതുപോലെ തന്നെ ഈ കളിയാട്ടത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളെയും അന്നമൂട്ടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 200ഓളം വരുന്ന സ്ഥാനികർക്കായി അന്നദാനത്തിന് പ്രത്യേക പന്തലും ഇവിടെയുണ്ട്. തടിയൻകോവിലിലെ അപ്യാൽ രതീഷിന്റെ നേതൃത്വത്തിൽ 150-ൽ പരം പേർ ഭക്ഷണമൊരുക്കുന്ന പ്രവൃത്തികളിൽ മുഴുവൻ സമയവുമുണ്ട്. കലവറ ബാല്യക്കാരായ 154 പേർ ഒരാഴ്ചയായാണ് കലവറയിലെ പ്രവൃത്തികളിൽ മുഴുകുന്നത്. പെരുങ്കളിയാട്ടം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം 14-ന് മാത്രമേ ബാല്യക്കാർ പുറത്തിറങ്ങൂ.
കഴകത്തിന് കീഴിലെ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുമെത്തിയ 600-ൽ പരം പേരാണ് ഭക്ഷണം വിളമ്പാൻ ചുമതലയിലുള്ളത്. VM ശ്രീധരൻ ചെയർമാനും രാജീവൻ വൈക്കത്ത് കൺവീനറുമായ ഭക്ഷണ കമ്മിറ്റിയാണ് അന്നദാനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതേമാതിരി കളിയാട്ടം സമാപനം പ്രധാനോടുകൂടിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 99 കളിയാട്ടത്തിന് പേക്കടത്തുള്ള വൈക്കത്ത് അമ്പോട്ടനായിരുന്നു ഇതിൻ്റെ ചുമതലയെങ്കിൽ ഇപ്പോൾ ചങ്ങാട്ടുള്ള വൈക്കത്ത് രാജീവനും പേക്കടത്തുള്ള VM ശ്രീധരേട്ടനുമാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അണിയറയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്യാൽ രതീഷാണ്. രതീഷിൻ്റെ കൂടെ കുറേ നമ്മുടെ ബാല്യക്കാരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിനമായ മാർച്ച് 12-ന് 80,000 പേർക്ക് ഭക്ഷണമൊരുക്കുമെന്ന് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ VM ശ്രീധരൻ, കൺവീനർ രാജീവൻ വൈക്കത്ത് എന്നിവർ പറഞ്ഞു. ചോറും അവിയൽ, സാമ്പാർ, കൂട്ടുകറി, രസം, പച്ചടി, അച്ചാർ തുടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അന്നദാനത്തിൽ പരിപ്പ് പ്രഥമനും വിളമ്പും. രാമവില്യം പെരുങ്കളിയാട്ട സന്നിധിയിലെത്തുന്നവർ മനവും വയറും നിറഞ്ഞാണ് തിരിച്ചു പോകുന്നതെന്ന് ഉറപ്പാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അർദ്ധരാത്രി ട്രെയിൻ അടുത്തെത്തിയ സമയത്ത് റെയിൽപാളത്തിൽ കുടുങ്ങിയ യുവാവിനെ കോളേജ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുത്തി. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വളണ്ടിയർമാരായി സേവനം ചെയ്തു വന്ന വിദ്യാർത്ഥികളാണ് കൊയോങ്കരയിലെ നിർമ്മാണ തൊഴിലാളിയുടെ ജീവൻ രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 12:30 സംഭവം നടന്നത്. നിർമ്മാണ തൊഴിലാളിയായ കൊയോങ്കര സ്വദേശിയെയാണ് പയ്യന്നൂർ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിലെ ഗ്രാഫിക് ഡിസൈനിംഗ് വിദ്യാർത്ഥി തൃക്കരിപ്പൂർ പേക്കടത്തെ 18-കാരനായ K ഭഗത്, പയ്യന്നൂർ കോളേജ് ഡിഗ്രി വിദ്യാർത്ഥികളായ തൈക്കരിലെ V ഹരിനന്ദൻ, T അഭിനവ് എന്നിവർ ചേർന്ന് അപകട സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പകലും രാത്രിയിലുമായി വോളണ്ടിയർ ചുമതല നിർവഹിക്കുന്ന 3 പേരും കഴിഞ്ഞ ദിവസം രാത്രി 12 മണി കഴിഞ്ഞ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂളിന് സമീപത്തുള്ള വഴിയിലൂടെ പേക്കടം ഭാഗത്തേക്ക് പോകവെയാണ് റെയിൽപാളത്തിലൂടെ വടക്കേക്കോവൽ ഭാഗത്തേക്ക് ഒരാൾ നടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ രാമവില്യം കഴകത്തിൽ ഡ്യൂട്ടിയിലുള്ള പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുന്നതിനു മുൻപ് ചെറുവത്തൂർ ഭാഗത്ത് നിന്ന് ട്രെയിൻ കടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട 3 പേരും ചേർന്ന് കൊയോങ്കര സ്വദേശിയെ പിടിച്ചുമാറ്റിയത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത്. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു പുലർച്ചെ ടൈമാകുമ്പം വീട്ടിലേക്കിങ്ങനെ പോകുമ്പോൾ പേക്കടം ഭാഗത്ത് നിന്ന് റെയിൽ മുറിച്ച് നടക്കുമ്പോൾ ഒരാളാണ് നിൽക്കുന്നത്. ഒരാളെന്നാൽ നിൽക്കുന്ന വെച്ച് നമ്മൾ ചോദിച്ചിട്ടും ഒന്നും മുണ്ടിയിട്ടുണ്ടായിട്ടാ. സംശയം തോന്നിയിട്ട് നമ്മൾ പിടിച്ചായിട്ടുണ്ടായി. എനിക്ക് പോലീസിന് ഏൽപ്പിച്ചു. കോളേജ് വിദ്യാർത്ഥികളുടെ ഇടപെടലിൽ ഒരു ജീവൻ രക്ഷിക്കാനായതിൽ 3 പേരെയും പോലീസും നാട്ടുകാരും അഭിനന്ദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പതിനായിരങ്ങൾ നിത്യേന എത്തുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിൽ ആരോഗ്യ ശുചിത്വ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ ദിവസവും ആരോഗ്യ പ്രവർത്തകരുടെ പരിശോധന കർശനമാക്കി. പഴകിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിപണന സ്റ്റാളുകളിലും ഹോട്ടലുകളിലും ഒഴിവാക്കാനുള്ള കർശന ഇടപെടലുകൾ ഇവർ നടത്തിവരുന്നുണ്ട്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ 2.5 പതിറ്റാണ്ടിന്റെ ഇടവേളയിൽ നടന്നുവരുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ. ഐസ്ക്രീം സ്റ്റാളുകൾ, ഫുഡ് പാർക്കുകൾ, മറ്റു ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിലെല്ലാം വിവിധ സമയങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തിവരുന്നു. പ്രധാനമായിട്ടും ശുചിത്വം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഭക്ഷ്യ വിഷബാധ പല സ്ഥലങ്ങളിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സുരക്ഷിതമായി വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ പരമാവധി സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആദ്യം മുതൽ തന്നെ കൊടുത്തിട്ടുണ്ടായത്. ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ഏകദേശം 150ഓളം കിണറുകൾ ക്ലോറിനേഷൻ ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചത്. കളിയാട്ടം തുടങ്ങിയ ആ ദിവസം മുതൽ പരിസരത്തെ എല്ലാ കടകളിലും വിസിറ്റ് ചെയ്തുകൊണ്ട് ഹെൽത്ത് ടീം തന്നെ വിസിറ്റ് ചെയ്തുകൊണ്ട് ഭക്ഷണ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ നിർദ്ദേശങ്ങൾ ആ സമയത്ത് കൊടുക്കുന്നുണ്ട്. ഭക്ഷ്യ വിഷബാധ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഓരോ സമയത്തും ഇടപെട്ട് നൽകുന്നുണ്ട്. പൂർണ്ണമായും ശുദ്ധമായ അല്ലെങ്കിൽ വെള്ളം ശുദ്ധീകരിച്ച റിസൾട്ടുള്ളവരെ മാത്രമേ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. മാത്രമല്ല സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓരോ സമയങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോഴും അവരുടെ ഹെൽത്ത് കാർഡ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിച്ച അതിൻ്റെ ഈക്കോളി അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയ ഇല്ല എന്നുള്ള റിപ്പോർട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ നമ്മൾ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. മാത്രമല്ല പല കടകളിലും വത്തക്ക ജ്യൂസ് അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച പലതരം ഫ്രൂട്ട്സ് ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി എല്ലാ സ്ഥലത്തും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മാത്രം കൊടുക്കുന്നു. അതുപോലെ തന്നെ ജീവനക്കാരോട് ഗ്ലൗസ് ഉപയോഗിക്കുന്നതിനും അതുപോലെ മാസ്ക് ധരിക്കുന്നതിനും ക്യാപ്പ് ധരിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ സമയത്തും നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ കളിയാട്ടത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ആരോഗ്യ
വീഴ്ച വരുത്തുന്ന ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾക്ക് കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകി വരുന്നുണ്ട്. ഉടുമ്പുംതല കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ജയറാം, NE ശിവകുമാർ, KV രാധ എന്നിവർ ആരോഗ്യ ശുചിത്വ മേഖലയിലെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നു. കളിയാട്ട നഗരിയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഭക്ഷണശാലയിൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള കടകളിലും ഐസ്ക്രീം വിൽക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെയും 3 നേരവും അവർ സന്ദർശിക്കുന്നുണ്ട്. പഴകിയ ഭക്ഷണങ്ങളൊക്കെയും പിടിച്ച് നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ ആരോഗ്യവകുപ്പ് കാഴ്ചവെക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ സുമേഷിനൊപ്പം KN വർഷ. പെരുങ്കളിയാട്ടം നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ സാമ്പത്തിക സ്വരൂപണത്തിൽ തങ്ങളുടെ മുഴുവൻ സമയവും ചെലവിട്ട് സേവനം ചെയ്ത ദമ്പതികൾ. ഇടയിലക്കാട്ടിലെ PV രഘുനാഥനും ഭാര്യ PV സരിതയുമാണ് രാവിലെ മുതൽ രാത്രി വരെ കഴകത്തിന്റെ വടക്കുഭാഗത്തുള്ള പവലിയനു പുറത്ത് സംഭാവന ശേഖരണം നടത്തുന്നത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ നടത്തിപ്പിനായി രൂപീകരിച്ച സാമ്പത്തിക കമ്മിറ്റി അംഗങ്ങളാണ് രഘുനാഥും സരിതയും. കളിയാട്ടം തുടങ്ങിയ മാർച്ച് 5 മുതൽ രാവിലെ 10:30 മുതൽ രാത്രി 11 മണി വരെ ഇരുവരും സംഭാവന സ്വരൂപിക്കുന്നതിനായി കൗണ്ടറിലിരിക്കുകയാണ്. സംഭാവന സ്വീകരിക്കലും സമ്മാന കൂപ്പൺ വിതരണവും ഇവരുടെ നേതൃത്വത്തിലുള്ള കൗണ്ടറിൽ നടന്നുവരുന്നു. നമ്മൾ ഈ രാമവില്യം കഴകത്തിൻ്റെ സാമ്പത്തിക കമ്മിറ്റിയിൽ നമ്മൾ രണ്ടാളും മെമ്പർമാരാണ്. ഇത് സാമ്പത്തികമായിട്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ കൂപ്പൺ മുറിക്കാൻ സമ്മാന കൂപ്പണും അന്നദാനവും നമ്മൾ രാവിലെ ഒരു 10:30 മുതൽ രാത്രി 11 മണി വരെ ഫുൾ ടൈം ഇവിടെ തന്നെ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടിലധികം മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്ത രഘുനാഥൻ 2007 വിരമിച്ചു. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ് അംഗമാണ്. ഇപ്പോൾ തൃക്കരിപ്പൂർ ടൗണിൽ ആയുർവേദ ഔഷധശാല നടത്തിവരുന്നു. വീട്ടമ്മയും കല്ലുമക്കായ കർഷകയുമായ സരിതയ്ക്ക് 2014 മികച്ച കല്ലുമക്കായ കർഷകയ്ക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരം ലഭ്യമായിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 2 പേർ, രഘുനാഥ് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ സരിത, 2 പേരും സാമ്പത്തിക കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. രാവിലെ മുതൽ രാത്രി വരെ നിസ്വാർത്ഥമായ സേവനമാണ് ഇവരിവിടെ ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി 11 മണിക്കാണ് കളിയാട്ട നഗരി വിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത്. കൂപ്പണും അതുപോലെ തന്നെ അന്നദാനത്തിനുള്ള സംഭാവനയും ഒക്കെ വാങ്ങാനായി രാവിലെ മുതലുള്ള നിസ്വാർത്ഥമായ സേവനം തന്നെയാണ് അവരിവിടെ കാഴ്ചവെക്കുന്നത്. എടുത്തു പറയാതെ വയ്യ അവരുടെ ഈ ഒരു സേവനം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. മറ്റു വാർത്തകളിലേക്ക്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗിച്ച ശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിയുന്നത്. ഉപയോഗശേഷമുള്ള മാസ്കുകൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. മെഡിക്കൽ കോളേജിന്റെ പല ഭാഗത്തും മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. മിനറൽ വാട്ടർ കുപ്പികളും ഐസ്ക്രീം പാക്കറ്റുകൾ അടക്കം ഇവിടെ പലയിടത്തും കാണാൻ സാധിക്കും. ഭക്ഷണം പാഴ്സൽ വാങ്ങി കഴിച്ച ശേഷം അവ വേസ്റ്റ് ബിന്നിൽ ഇടാതെ അവ വലിച്ചെറിയുന്നതും പതിവായിരിക്കുകയാണ്. ഇതിനാൽ തെരുവുനായ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ആശുപത്രി പരിസരം അനുദിനം മാലിന്യങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ പരിസര ശുചീകരണം നടത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടുത്തം. സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിന് തൊട്ടടുത്തായാണ് ചൊവ്വാഴ്ച 12:30 തീ പടർന്നത്. 2ാം പ്ലാറ്റ്ഫോമിലൂടെ കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസും വന്ദേ ഭാരത് ട്രെയിനും കടന്നുപോയതും ഇതേ സമയത്താണ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചപ്പുചവറുകളും നിറഞ്ഞ പ്രദേശത്താണ് ആദ്യം തീപിടിച്ചത്. തീ പടർന്ന് 2ാം പ്ലാറ്റ്ഫോമിന് സമീപത്തെ പാർക്കിങ്ങിന് സമീപത്തെത്തിയപ്പോഴേക്കും പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. റോഡരികിലേക്ക് കൂടി തീ പടർന്നു പിടിച്ചതോടെ സമീപത്തെ ഇരുചക്രവാഹനങ്ങൾ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് എടുത്തുമാറ്റി. റെയിൽവേ സ്റ്റേഷൻ പറമ്പിലും ട്രാക്കിന്റെ സമീപത്തായും വ്യാപകമായ രീതിയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തീ പടരാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ശുചിയാക്കിയില്ലെങ്കിൽ വീണ്ടും തീപിടിക്കാൻ സാധ്യതയേറെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി CPIM 7 വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി എരിപുരത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പദയാത്രയും പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബഹുജന സംഗമവും സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി CPIM 7 വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി എരിപുരത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പദയാത്രയും പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബഹുജന സംഗമവും സംഘടിപ്പിച്ചു. ലഹരിയും കൂട്ട ആക്രമണങ്ങളും സമൂഹത്തിൽ ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലഹരി മാഫിയക്കെതിരെ സമൂഹ മനസ്സാക്ഷിയെ തട്ടുണർത്തിക്കൊണ്ട് ജനകീയ യുദ്ധത്തിൽ അണിചേരുക. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഷിമ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ചന്ദ്രൻ, MV രാജീവൻ, KV സന്തോഷ്, KP മോഹനൻ, CV കുഞ്ഞിരാമൻ, MK സുകുമാരൻ, P ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. എരിപുരത്തു നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി പഴയങ്ങാടിയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ മണ്ഡലം 36 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അന്നൂരിൽ EK പൊതുവാളുടെ ഭവനത്തിൽ നടന്ന സംഗമം DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കോൺഗ്രസ് നേതാവ് A രാഘവ് പൊതുവാൾ പതാക ഉയർത്തി. വാർഡ് പ്രസിഡന്റ് CK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് K ജയരാജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, വെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് KT ഹരീഷ്, KSSPA സംസ്ഥാന ഭാരവാഹി KV ഭാസ്കരൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ പ്രജിത, ബ്ലോക്ക് ഭാരവാഹികളായ ME ദാമോദരൻ മാസ്റ്റർ, C പൂമണി, സീനിയർ കോൺഗ്രസ് നേതാക്കളായ EK പൊതുവാൾ, VM ദാമോദരൻ മാസ്റ്റർ, നഗരസഭാ കൗൺസിലർ KK അശോക് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് E ബാലകൃഷ്ണൻ 8ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 14 അനുസ്മരണ സമ്മേളനം നടക്കും. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂരിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ട്രേഡ് യൂണിയൻ സംഘാടകനും സഹകാരിയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന E ബാലകൃഷ്ണന്റെ 8ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് E ബാലകൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 14 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ അനുസ്മരണ സമ്മേളനം നടത്തും. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിക്കും. TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് KV ജയകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. മുൻ MLA C കൃഷ്ണൻ, V കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, IV ശിവരാമൻ, KV ബാബു, അഡ്വക്കേറ്റ് P സന്തോഷ് എന്നിവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് K വിജയകുമാർ, PV കുഞ്ഞപ്പൻ, പ്രൊഫസർ E ദാമോദരൻ, U നാരായണൻ, V രമേശൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൈപ്പാട് പൊക്കാളി തീരദേശ നെൽകർഷക സംഗമം താവം കൈപ്പാട് സെന്ററിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കൈപ്പാട് കൃഷിയുടെയും പൊക്കാളി കൃഷിയുടെയും പ്രത്യേകതകൾ, കൃഷിരീതി, കർഷകർ നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് പഠിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും പൊക്കാളി കർഷകരുമായി ചേർന്ന് ഒരു സംയുക്ത കർഷക സംഗമം മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ താവം കൈപ്പാട് സെന്ററിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാർഷിക മേഖലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പം ഏറ്റവും നല്ല ചൂടുള്ള സമയമാണ്, കടുത്ത വരൾച്ചയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇനി മഴക്കാലമാകുമ്പോൾ പ്രളയം ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അങ്ങനെ ഉള്ള പ്രതിസന്ധികൾ. അത് പണ്ടെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നത് കാലാവസ്ഥക്കനുസരിച്ചായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് പഴയതുപോലെ നമ്മുടെ കാലാവസ്ഥയെ നമുക്ക് പഴയ കാലത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഈ ഒരു വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് കൃഷിരീതിയിലടക്കം നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ മുന്നിലുള്ളത്. മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ T വനജ മുഖ്യപ്രഭാഷണം നടത്തി. തീരദേശ നെൽകർഷകരുടെ ചർച്ചയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ടെക്നിക്കൽ എക്സ്പെർട്ട് രഘുരാജ് KK മോഡറേറ്ററായി. കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ P രേണു പ്രഭാഷണം നടത്തി. P ഗോവിന്ദൻ, രതി, PV രാജൻ, PV സജീവൻ, K പത്മിനി, രേഷ്മ പരാഗൻ, K സതീഷ് കുമാർ, K അനിത, MK സുകുമാരൻ, KV ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. 35 പൊക്കാളി കർഷകരും 100 കൈപ്പാട് കർഷകരും സംഗമത്തിൽ പങ്കെടുത്തു. തീരദേശ പൊക്കാളി നെൽകർഷകർക്ക് വേണ്ടി ചർച്ചയിൽ കലൈ അരസി, ഗ്രീഷ്മ എന്നിവരും കൈപ്പാട് കൃഷിക്കാർക്ക് വേണ്ടി K പത്മനാഭൻ മാസ്റ്റർ, T ലത, രാജേന്ദ്ര പ്രസാദ്, PP പ്രകാശൻ, C ഭരതൻ, ഹരീഷ് പ്രഭാത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കൈപ്പാട് കൃഷിപ്രദേശം പൊക്കാളി കർഷകർ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ തൊഴിലാളികൾക്ക് സ്നേഹസാന്ത്വനമായി STU ഓട്ടോ തൊഴിലാളി യൂണിയൻ.
STU മാനവ സൗഹൃദ സംഗമവും റംസാൻ കിറ്റ് വിതരണവും കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് SKP സഖറിയ ഉദ്ഘാടനം ചെയ്തു. STU മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി റംസാൻ കിറ്റ് വിതരണവും മാനവ സൗഹൃദ സംഗമവും നടത്തി. കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് SKP സഖറിയ സംഗമം ഉദ്ഘാടനം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സഹീദ് ഭക്ഷണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പഴയങ്ങാടി SI സുഹൈൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ബോധന പ്രഭാഷണം നടത്തി. STU ജില്ലാ വൈസ് പ്രസിഡന്റ് MB മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. STU മോട്ടോർ തൊഴിലാളി യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ബദറുദ്ദീൻ, VPP ഹമീദ്, STU ജില്ലാ സെക്രട്ടറി P അബ്ദുൾ ഷുക്കൂർ, STU മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി റാസിഖ് മടക്കര, AC അബ്ദുൾ റഹ്മാൻ, O ബഷീർ, K ഷാഹുൽ ഹമീദ്, MB കുഞ്ഞഹമ്മദ് ഹാജി, B വിജേഷ്, T അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും GRCയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി നടത്തി. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ASI KV സുവർണൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പോലീസോ എക്സൈസോ മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിൽ നിന്നും ഇത് നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്, നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്, വനിതാ വേദികളുടെ ഉത്തരവാദിത്തമാണ്, യുവജന സംഘടനകളുടെ ഉത്തരവാദിത്തമാണ്, വായനശാലകളുടെ ക്ലബുകളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലേക്കുള്ള നല്ല പോസിറ്റീവായിട്ടൊരു ചർച്ച കേരളത്തിൽ ഉയർന്നു വന്നു എന്നുള്ളത് നല്ലതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു ലഹരി മാഫിയ, നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും, ലഹരി മാഫിയ, ലഹരിയുടെ വിപത്ത് എന്നൊക്കെ നമ്മൾ ദിവസം കേൾക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ലഹരി ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ K ഷീബ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ, കമ്മ്യൂണിറ്റി കൗൺസിലർ ആശാ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ASI KV സുവർണൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നിർഭയ വളണ്ടിയർ ശ്രീലത KV പരിപാടിയിൽ പങ്കെടുത്ത് സേവനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ജയശ്രീ PP നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എടാട്ട പ്രാദേശിക കേന്ദ്രം സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണം നിയമനിർമ്മാണത്തിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് തസ്രീന തയ്യിൽ ക്ലാസ് എടുത്തു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എടാട്ട പ്രാദേശിക കേന്ദ്രം സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണം നിയമനിർമ്മാണത്തിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. അഡ്വക്കേറ്റ് തസ്രീന തയ്യിൽ ക്ലാസ് എടുത്തു. നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക, നമ്മുടെ കയ്യിൽ ജോലി കിട്ടും, ആ ജോലിയിൽ നിന്ന് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വരുമാനമുള്ളൂ, നമ്മുടെ പൈസ കിട്ടും, ഒന്നുമില്ല, ഉണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക, എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക എന്നത് വളരെയധികം പ്രാധാന്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട്. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വീട്ടിനകത്തും പൊതുസ്ഥലങ്ങളിലും അതുപോലെ ജോലി സ്ഥലങ്ങളിലും എവിടെയായാലും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമുണ്ട്. അതുപോലെ ജോലി സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു നിയമമുണ്ട്. പോഷ് ആക്ട് കേട്ടിട്ടുണ്ടോ അല്ലേ? പോഷ് ആക്ട്. ഡോക്ടർ A അനിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിനിത കണിച്ചേരി, EM ജസ്ലിൻ, PS ജയപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ചന്തപുരയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ 1-ാം നിലയിലുള്ള മുറികളും 2-ാം നിലയിലുള്ള മുറികളും മാർച്ച് 12-ന് ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് ഹരിത ക്യാമ്പസ് പ്രഖ്യാപനം മാർച്ച് 12-ന് ബുധനാഴ്ച രാവിലെ 10:30 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്ഘാടനം കഴിഞ്ഞ വർഷം 2 കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു ബോട്ട് പോലും അടുക്കാതെ കവ്വായി കാലിക്കടപ്പുറത്തെ ബോട്ട് ടെർമിനൽ. ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അടിഞ്ഞുകൂടുന്ന മണലും. ശുചിമുറി ഇല്ലാത്തതടക്കം നിരവധി ഇല്ലായ്മകളിൽ വീർപ്പുമുട്ടുകയാണ് കവ്വായി ബോട്ട് ടെർമിനൽ. അർദ്ധരാത്രി ട്രെയിൻ അടുത്തെത്തിയ സമയത്ത് റെയിൽപാളത്തിൽ കുടുങ്ങിയ യുവാവിനെ കോളേജ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുത്തി. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വളണ്ടിയർമാരായി സേവനം ചെയ്തു വന്ന വിദ്യാർത്ഥികളാണ് കൊയ്യോങ്കരയിലെ നിർമ്മാണ തൊഴിലാളിയുടെ ജീവൻ രക്ഷിച്ചത്.
പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി CPIM 7 വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി എരിപുരത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പദയാത്രയും പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബഹുജന സംഗമവും സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.